നമ്മുടെ കുട്ടികൾ സ്കൂളിലും പുറത്തുമൊക്കെ തനിച്ചു പോകുമ്പോൾ മാതാപിതാക്കളുടെ ഉള്ളിൽ വലിയ ആശങ്കയുണ്ടാകും. അവർ ഒറ്റയ്ക്ക് വീടിന് പുറത്തിറങ്ങുന്നത് എത്രത്തോളം സുരക്ഷിതമായിരിക്കും? കോഴിക്കോട് പയ്യാനക്കല്ലിൽ നിന്ന് രാവിലെ കേട്ടത് അച്ഛനമ്മമാരെ സംബന്ധിച്ച് ഏറെ ഭയപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. 10 വയസ്സുകാരനെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമമുണ്ടായത് പട്ടാപ്പകലാണ്. മോഷ്ടിച്ച കാറിലെത്തിയ യുവാവ് ഫുട്ബോൾ കളി കഴിഞ്ഞ് വീട്ടിലേക്ക് നടന്നു പോകുകയായിരുന്ന കുട്ടിയോട് കാറിൽ കയറാൻ ആവശ്യപ്പെട്ടു. നാട്ടുകാർ ഇയാളെ ചോദ്യം ചെയ്തതോടെ പ്രതിക്ക് പിടിവീണു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി ചൂഷണം ചെയ്യാനുള്ള ശ്രമമായിരുന്നോ എന്ന് സംശയമുണ്ട്. കേസിൽ കാസർഗോഡ് സ്വദേശി സിനാൻ അലി യൂസഫിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ലഹരിക്കടിമയായ സിനാൻ കർണാടകയിൽ ഒരു പോലീസുകാരനെ ആക്രമിച്ച കേസിലും പ്രതിയാണ്. കോഴിക്കോട് പയ്യാനക്കൽ അങ്ങാടിക്ക് സമീപം ഫുട്ബോൾ കളിച്ച് മടങ്ങുന്നതിനിടെയാണ് 10 വയസ്സുകാരന് സമീപം സിനാൻ അലി കാർ നിർത്തിയത്. തൻ്റെയൊപ്പം വന്നാൽ വീട്ടിലിറക്കാമെന്ന് ഇയാൾ കുട്ടിക്ക് വാഗ്ദാനം നൽകി. നിരസിച്ചതോടെ കയ്യിൽ പിടിച്ച് വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുകയായിരുന്നു. സംശയം തോന്നിയ നാട്ടുകാർ ചോദ്യം ചെയ്തതോടെ ഇയാൾക്ക് കുട്ടിയുമായി ബന്ധമില്ലെന്ന് വ്യക്തമായി. പോലീസിൽ വിവരമറിയിച്ച ശേഷം കാറിൽ പതിച്ചിരുന്ന നമ്പറിൽ വിളിച്ചതോടെയാണ് ടാക്സി കാർ ബീച്ച് ആശുപത്രിക്ക് സമീപത്തു നിന്ന് മോഷ്ടിച്ചതാണെന്ന് വ്യക്തമായത്. കുട്ടിൻ്റെ അടുത്തേക്ക് വണ്ടി സൈഡായി കണ്ട് സംസാരിക്കുന്ന സീന് കാണുന്നുണ്ട്. അപ്പോൾ ഒരാളവിടെ നിരീക്ഷിക്കുന്നുണ്ട്, എന്താണെന്നുള്ളത് നോക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഒരു ഇതുണ്ട്, കുട്ടീൻ്റെ അടുത്ത് ബാഗ് ഉണ്ടായിരുന്നതിനെ കൊണ്ട് എനിക്കൊരു സംശയം, എന്തോ ഒരു പന്തികളാണെന്നുള്ളത് തോന്നി. വലിയ ആൾക്കാരോടല്ലേ ചോദിക്കേണ്ടത്, വയ്യ ഒഴിക്കുന്ന ആളാണെങ്കിൽ. അപ്പോൾ ഞാൻ ഈ വണ്ടി കൊണ്ടുപോയിക്കാണ്ട് വണ്ടിൻ്റെ ഓപ്പോസിറ്റ് കൊണ്ടുപോയിട്ട് നിർത്തി അത് ഞാൻ നിർത്തിക്കാണ്ട് ചോദിച്ചു, എന്താ സംഭവം മോനേന്ന് വെച്ച്. കുട്ടീനെ വിളിച്ച് അപ്പോൾ ആ ഇന്ന വീട്ടിൽ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു. അതിനെ കുട്ടീൻ്റെ കൈ പിടിച്ചിക്കാണ്ട് ഞാൻ എന്താക്കി അവൻ്റെ അടുത്തേക്ക് വണ്ടിയിലേക്ക് പോയി. അപ്പോൾ ഞാൻ തൊട്ടടുത്തുള്ള ആളോട് പറഞ്ഞു, ഒന്ന് ശ്രദ്ധിക്കണം, എന്തോ ഒരു പന്തികേട് ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചോദിക്കാമെന്ന്. ഞാൻ ഡോറ് പറഞ്ഞു ഇങ്ങോട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞു. എൻ്റെ പേരെന്താണെന്ന് വെച്ച്, അല്ല എൻ്റെ നാട് എവിടെയാണെന്ന് വെച്ച്. ഞാൻ കാസർഗോഡാന്ന്. ഈ കാസർഗോഡുള്ള ഈ എന്തിന് ഈ കുട്ടീനെ വീട്ടിൽ കൊണ്ടുപോയിക്കാൻ എൻ്റെ എന്താ ബന്ധമെന്ന് വെച്ച്. ബന്ധമല്ല, ഞാൻ പറഞ്ഞതാണ് കുട്ടീനോട് കയറിക്കോ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ വെച്ചാൽ എൻ്റെ മൊബൈൽ എടുത്തു. എൻ്റെ മൊബൈൽ അപ്പോൾ എനിക്കൊരു സംശയമായി. അപ്പോൾ എൻ്റെ സീറ്റിൻ്റെ അടുത്ത് ഒരു മുണ്ടിൽ എന്തെല്ലോ സാധനം, ചെരുപ്പും സാധനങ്ങളാണ്. അപ്പോൾ ഞാൻ അതെടുത്ത്, അപ്പോൾ ഞാൻ അടുത്തുള്ള ആളോട് പറഞ്ഞു ശ്രദ്ധിക്കണം, എന്തോ പന്തികേടുള്ളതാണ്. ആ സാധനം എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഹാൻഡ്സിൻ്റെ പേക്ക് പിന്നെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ഒരു നല്ലൊരു അന്തരീക്ഷമല്ല കണ്ടപ്പോൾ. ഈ നാട്ടുകാർ ചോദ്യം ചെയ്തപ്പോൾ തന്നെ കാറിമെന്ന് നമ്പർ എടുത്തുകൊണ്ട് കാറിൻ്റെ ആ നമ്പർ എടുത്തുകൊണ്ട് വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഒരു പറയും ഇവിടുന്ന് വണ്ടി മിസ്സായിക്കിന്, ആ വണ്ടി ആയിട്ട് വന്നതാണ്. അപ്പോൾ കളവാന്ന് പറഞ്ഞപ്പോൾ നാട്ടുകാർക്ക് മനസ്സിലായി ഇതെന്താ തട്ടിക്കൊണ്ടാകാൻ വന്നത് തന്നെയാണെന്നുള്ളത്. ആ രീതിയിൽ പിന്നെ പോലീസ് വന്ന് ആളെ അവിടുന്ന് കൊണ്ടുപോയി. നാട്ടുകാർ ഇയാളെ പോലീസിന് കൈമാറി. ലൈംഗികമായി ചൂഷണം ചെയ്യുന്നതിനാണ് കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. കുട്ടിയെ കർണാടകത്തിലേക്ക് കൊണ്ടുപോകാനായിരുന്നു ശ്രമം. വാഹനത്തിൽ മുഖംമൂടിയടക്കം കരുതിയിരുന്നു. ലഹരിക്ക് അടിമയായ സിനാൻ അലി കർണാടക പോലീസിലെ ഉദ്യോഗസ്ഥനെ കരിങ്കല്ലുകൊണ്ട് തലക്കടിച്ച കേസിലെ പ്രതിയാണെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കോഴിക്കോട്.